ഇതെങ്ങനെയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്നത് സംബന്ധിച്ച ചില വസ്തുതകൾ കൂടി നമുക്ക് പരിശോധിക്കാം. എങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് സംബന്ധിച്ച വിവരങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. MP-മാർ വോട്ട് രേഖപ്പെടുത്തുക രഹസ്യ ബാലറ്റ് വഴിയായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നേരത്തെ പറഞ്ഞ പോലെ ഇതിന് മേൽനോട്ടം വഹിക്കുക. വൈസ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-നാണ് നടക്കുക. വോട്ടെടുപ്പിന് ആരൊക്കെയാണ് എന്നതുകൂടി പരിശോധിക്കാം. പാർലമെന്റിലെ ആകെ വോട്ടുകൾ 782 നിലവിലുള്ള ഒഴിവുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ളത് 782. ലോക്സഭയിൽ 543 അംഗങ്ങളാണ്. പാർലമെന്റിലെ ആകെ വോട്ടുകളാണ് നമ്മൾ നോക്കുന്നത്. രാജ്യസഭയിൽ 245, രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത 12 MP-മാർ കൂടിയുണ്ട്. NDAയ്ക്കൊപ്പം 423 MP-മാരാണ് ഉള്ളത്. ലോക്സഭയിൽ 293, രാജ്യസഭയിൽ 130 എന്നതാണ് ആ കണക്ക്. YSR കോൺഗ്രസ് ഉൾപ്പെടെ NDAയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതും പ്രധാനമാണ്. ഇന്ത്യ സഖ്യത്തിനൊപ്പം 324 MP-മാരാണ്. അതിന്റെ വിഭജനം എങ്ങനെയാണ് എന്നതുകൂടി നമുക്ക് നോക്കാം. ലോക്സഭയിൽ 238, രാജ്യസഭയിൽ 86.